സ്റ്റാൻലി സാർ, നമസ്കാരം. സാർ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ. നമസ്കാരം. ഹിസ്ബുള്ളയെ പുള്ളയാക്കിയിരിക്കുകയാണ് നമ്മുടെ മൊസാദ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് മൊസാദാണ് ചെയ്തതെന്നുള്ളതിന് യാതൊരുവിധ തെളിവുകളും ഇല്ല കേട്ടോ. അമ്മാതിരി കൃത്യമായിട്ടുള്ള പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു. ഈ പേജർ ബോംബ് എന്ന് പറയുന്ന ഒരു ബോംബ് അവര് പോലും അറിയാതെ അവരുപയോഗിക്കുന്ന അതിനകത്തേക്ക് പേജറിനകത്ത് അത് കൊണ്ടുവച്ചിട്ട് ഹിസ്ബുള്ളയെ 3000 ഭീകരരെ ഒറ്റയടിക്ക് ഒരേ സമയം പൊട്ടിത്തെറിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ മൊസാദ് എന്ന് പറയുന്ന സംഘടന. ഇതിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയ വണ്ണിലെ അജിംസ് അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേലിനെ ചുറ്റുമുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾ ഒന്ന് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ ഒലിച്ചു പോകാന്നുള്ളതേ ഉള്ളൂ എന്ന് അജിംസ് ഒരിക്കൽ ഔട്ട് ഓഫ് ഫോക്കസിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മൂത്രമൊഴിക്കാനുള്ള ആ ഒരു പ്രധാന അവയവം പോലും പ്രവർത്തനരഹിതമാക്കുന്ന രീതിയിലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആക്രമണം, അതായത് ഇതൊരു സൂചനയായിട്ട് അവിടെ നൽകി, ലോകം മുഴുവൻ നടുങ്ങി. അതിനുശേഷം ലബനോനിൽ വ്യോമാക്രമണം നടത്തി അവന്മാരുടെ ഏറ്റവും വലിയ തലവനായിട്ടുള്ള, അമേരിക്ക പോലും പേടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തലവനായിട്ടുള്ള ഇബ്രാഹിം അക്വീൽ എന്ന് പറയുന്ന ഒരുത്തനെ അവിടെ ഹിസ്ബുള്ള തട്ടിക്കളഞ്ഞു. അവന്റെ കൂട്ടത്തില് ഉന്നത സൈനിക വിഭാഗമായ റദ്വാൻ ഫോഴ്സിന്റെ കുറെ ആൾക്കാരെ കൂടെ ഇവര് തട്ടി. പോരാത്തതിന് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള ഇതിന് ഞങ്ങൾ ഇതാ തിരിച്ചടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് 200 മിസൈലുകൾ അങ്ങോട്ടേക്ക് അയച്ചു, ഇസ്രായേലിലേക്ക് അയച്ചു. പിന്നെ ഹിസ്ബുള്ളയ്ക്ക് ഒരു വെടിയും പുകയും മാത്രമേ ഓർമ്മയുള്ളൂ എന്നുള്ളതാണ് കാര്യം. 200 മിസൈൽ അങ്ങോട്ട് അയച്ചപ്പോ 400 മിസൈൽ ഇസ്രായേൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചയച്ചു. ഇസ്രായേലിനൊന്നും പറ്റിയില്ലെങ്കിലും അവിടെ ഹിസ്ബുള്ളയുടെ കുറെ എണ്ണം പടവായി, 37 പേര് പടവായി എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഈ ലോകത്ത് നടക്കുന്നത്? പശ്ചിമേഷ്യയിൽ എന്താണ് നടക്കുന്നത്? പശ്ചിമേഷ്യയില് നടക്കുന്നതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് ഉം, സെപ്റ്റംബർ 22 രണ്ടു ഉം, വർഷം മുമ്പ് ഇവിടെ ഒരു ഭീകര സംഘടനയെ നിരോധിച്ചിരുന്നു. അതിന്റെ മെയിൻ നേതാക്കന്മാരെയൊക്കെ അറസ്റ്റിലാണ്. അവരെല്ലാം ഉം, ഇന്ന് രാവിലെ തുടങ്ങി രണ്ടു ദിവസമായി ദുവാ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. NIA-ക്ക് നന്ദി പറയുന്നു, കേന്ദ്ര ഗവൺമെന്റിന് ഉം, നന്ദി പറയുന്നു, BJP-ക്ക് നന്ദി പറയുന്നു. എന്തിനാ? ഞങ്ങളെ എടുത്ത് ജയിലിൽ ഇട്ടാല്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിച്ച് പിടുക്കും പോയി നാട്ടിൽ കൂടെ തെണ്ടി നടക്കേണ്ടി വന്നേനെ. അതുകൊണ്ട് ഞങ്ങളെ ജയിലിൽ ഉം, ഇട്ടതിന് NIA-ക്ക് നന്ദി പറയുന്നു. വക്കീലിനോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, ജാമ്യാപേക്ഷ പിൻവലിച്ചേരെ, പുറത്തിറങ്ങുന്നില്ല, ഉം, സുരക്ഷിതം. ഉം, BJP-യും കേന്ദ്ര ഗവൺമെന്റും NIA-യും ഒക്കെ ഇട്ടിരിക്കുന്ന ജയിലാണ് സുരക്ഷിതം. കാരണം ജയിലിനകത്താണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഉം, തുപ്പൽ ബിരിയാണി ഒക്കെ കഴിച്ച് അവിടെ കഴിഞ്ഞാൽ മതി. പിന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം കടുകെണ്ണയാണെന്നുള്ളതേ ഉള്ളൂ മറ്റേ ഇവരുടെ സ്ഥിരം അഭ്യാസത്തിന്. അത് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കടുകെണ്ണയ്ക്ക് നീറ്റലുണ്ടെന്നാ പറയുന്നത്. അതല്ലാതെ ഉം. അതല്ലാതെ ഇവർക്ക് യാതൊരുവിധ പ്രശ്നവും. ഇപ്പൊ ഇവർ ഇന്ത്യ ഗവൺമെന്റിന് നന്ദി പറയാണ്. നമുക്കറിയാം, ലോകത്ത് ഏറ്റവും കൂടുതൽ ജിഹാദി തീവ്രവാദികൾ ഉള്ളത് പലസ്തീനിലോ ലെബനനിലോ ഒന്നുമല്ല, ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെ അത് കേരളത്തിലാണ്. ഏറ്റവും ഈ ഹമാസിന്റെ ഒക്കെ പ്രശ്നം വന്നപ്പോൾ ഇവിടുത്തെ റാലിയിലെ പ്രാതിനിധ്യം നമ്മൾ TV ഫുട്ടേജ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള തീവ്രവാദികൾ ഉള്ളത് ഇവിടെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളും സ്ത്രീകളും ഉള്ളത് കേരളത്തിലാണ്. അവര് മലര് കുന്തിരിക്കും, അമ്പലനടയിൽ കെട്ടിത്തൂക്കും, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ റാലികൾ നമ്മൾ കേരളത്തിൽ കണ്ടതാണ്. അതിലെ SDPI-യുടെ റാലിയുണ്ട്, ലീഗിന്റെ റാലിയുണ്ട്, വെൽഫെയറിന്റെ ഉണ്ട്, എല്ലാവരുടെയും റാലികളുണ്ട്. അതുപോലെ തന്നെ 1921 ആരംഭിക്കും. മറ്റേ അവിടുത്തെ കത്തി കളഞ്ഞിട്ടില്ല, സൂചിച്ച് വെച്ചിട്ടുണ്ട് 1921 അതെ, എന്നൊക്കെ അതെ. പറഞ്ഞുള്ള മറ്റേ വാര്യംകുന്നന്റെ യൂണിഫോം ഒക്കെ ഇട്ടുള്ള ടർക്കി റാലിയൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ വെറും ചെറിയ ജിഹാദികളാണ്. പക്ഷെ ഇപ്പൊ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഒരു 5-6 വർഷം മുമ്പ് കേരളത്തില് ഈ പഴയ അംബാസഡർ, ഫിയറ്റ്, പഴയ വണ്ടികൾ, അതായത് ഈ മൈക്രോ പ്രോസസർ ഇല്ലാത്ത വണ്ടികൾ, ഇപ്പൊ വരുന്ന വണ്ടികൾക്കൊക്കെ ഈ കമ്പ്യൂട്ടർ കൺട്രോൾഡ് എഞ്ചിനും ഫ്യൂവൽ ഇഞ്ചക്ഷൻ സിസ്റ്റം ഉം, ഒക്കെയാണ്. അതിൻ്റെ അകത്ത് ഉം, മൈക്രോ പ്രോസസറും ചിപ്പും ഒക്കെ ഉണ്ട്. അപ്പൊ പഴയ ഉം, വണ്ടികളിൽ പ്യുവർ മെക്കാനിക്കൽ സിസ്റ്റമാണ്. മെക്കാനിക്കലും ഇലക്ട്രിക്കലും മാത്രമേ ഉള്ളൂ. ഇലക്ട്രോണിക്സോ മെക്കാട്രോണിക്സോ ഒന്നും ഇല്ല ഇപ്പൊ പഴയ ഉം. വണ്ടികൾ. ഈ പഴയ വണ്ടികൾ ഈ ഭീകര സംഘടനകളെല്ലാം വാങ്ങിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. അത് ഈ സംഘപ്രവർത്തകരെയൊക്കെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാനും പിന്നെ ചില കൊലപാതക ഓപ്പറേഷൻസിനും കള്ളക്കടത്തിനും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയായിരുന്നു വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ അതിനെല്ലാം വില കൂടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചിപ്പുള്ള വണ്ടി ഇനി ഒരുത്തരും വാങ്ങിക്കത്തില്ല. ഈ ഉം. ടീമുകൾ വാങ്ങിക്കത്തില്ല. ഇനി പഴയ അംബാസഡറിനൊക്കെ ഇരട്ടി വിലയ്ക്ക് പഴയ അംബാസഡറോ ഫിയറ്റോ അല്ലെ അങ്ങനെയുള്ള പഴയതെടുക്കാനും സാധനങ്ങളുള്ളവർക്ക്. പറ്റത്തില്ലല്ലോ. ഈ പേജർ തന്നെ ഈ അല്ല ഹാക്ക് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവര് വാങ്ങിച്ചു വെച്ചിരുന്നതല്ലേ. ഇന്റർനെറ്റ് കണക്ട് അല്ല ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജാംബവാന്റെ കാലത്തായിരുന്നു. പക്ഷെ പക്ഷെ പേജറിന് അതിന്റെ അകത്ത് ചിപ്പ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഇവർക്ക് അബദ്ധം പറ്റിയത്. പേജറിന്റെ ഉം. അകത്ത് ചിപ്പ് ഉണ്ടായിരുന്നു, പ്രോഗ്രാമബിൾ ചിപ്പ്. അത് ഇല്ലാത്ത ഇതുകൊണ്ടാണ് പറ്റിയത്. ഇനിയിപ്പോ ഇവർക്ക് അതിലും വലിയ പ്രശ്നം വരികയാണ്. ഇനിയിപ്പോ വോട്ടിംഗ് മെഷീനിൽ വോട്ട് ഞെക്കാൻ പറ്റത്തില്ല. കോണിക്കും ഇവരുടെ പച്ചയ്ക്കും ഒന്നും വോട്ട് ഞെക്കാൻ പറ്റത്തില്ല. വോട്ടിങ്ങിന് ഇനിയും വരത്തില്ല.
വോട്ടിങ്ങിന് മിക്കവാറും ഇവന്മാർ വരത്തില്ല, പേടിച്ച് എവിടെയെങ്കിലും മാറിയിരിക്കും വോട്ടിങ്ങിന്റെ ദിവസം. ഇവര് അതുപോലെ പേടിച്ചു പോയിരിക്കുകയാണ്. ഈ മുകളിലോട്ട് ചെന്ന് 72 ഹൂറി അങ്ങനെ പല ഇടപാടുകളുമായിട്ടാണ് ഇരുന്നത്. പ്രധാന യന്ത്രം നഷ്ടപ്പെട്ടു. അതാണ് ആരും സോറി ഏതാണ്ട് 3500 പേർക്കാണ് പ്രധാന യന്ത്രം പോയത്, ഇവരുടെ ഇതില് യന്ത്രം പോയിരിക്കുന്നത്. ഇപ്പൊ കേരളത്തില് ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഈ ഹമാസിന്റെയും ഇവരുടെ എന്താണ് ഹിസ്ബുള്ളയുടെ ഒക്കെ അനുയായികളെ ഇസ്രായേൽ തീർക്കാൻ തീരുമാനിച്ചാൽ കേരളത്തിലെ പ്രധാന മീഡിയ ഓഫീസുകളിൽ, അതായത് മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, റിപ്പോർട്ടൻ, 24 അങ്ങനെയൊക്കെയുള്ള അവിടെ എല്ലാം ഇത് പൊട്ടിയാന്. ഇപ്പൊ ഇസ്രായേലുകാർ കേരളത്തിലെ മീഡിയ ആണ് ലോകത്ത് ഈ തീവ്രവാദികളെ ഏറ്റവും കൂടുതൽ വൈറ്റ് വാഷ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും ന്യായീകരിക്കുന്നതും കേരളത്തിലെ മീഡിയകളാണ്, വിഷ്വൽ മീഡിയയും പ്രിന്റ് മീഡിയയും. അതുകൊണ്ട് ഇനി മിക്കവാറും അടുത്ത ഇതില് ഇസ്രായേലുകാരുടെ എങ്ങനെയാന്ന് വെച്ചാൽ ലോകത്ത് എവിടെയാണെങ്കിലും അവരെ എതിരെ പണി കൊടുത്താൽ അവർ തിരിച്ചു പണി കൊടുക്കും. ഏതൊക്കെയാലും കേരളത്തില് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായി. ഒരു മലയാളിയാണ് ഈ യന്ത്രമെല്ലാം വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നത്, നല്ല 1ാം ക്ലാസ് ക്രിസംഗി. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് കേരളത്തിൽ ഇവർക്ക് ആളുണ്ടെന്നുള്ളത് കേരളത്തിലെ മീഡിയകൾ മനസ്സിലാക്കുക. ഇസ്രായേലിനെയൊക്കെ തെറി പറഞ്ഞും ഇസ്രായേലിനെ ഉപദ്രവിച്ചും ഒരു പരിധി കവിഞ്ഞ് മുന്നോട്ട് പോകാണ്ടിരിക്കുന്നതായിരിക്കും കേരളത്തിലെ മീഡിയ ഓണേഴ്സിനും മീഡിയയ്ക്കും മീഡിയ പ്രവർത്തകർക്കും നല്ലത്. അല്ലാണ്ട് ഇന്ത്യ അലയൻസും പപ്പൂക്കാരും ഒക്കെ പറയുന്നത് കേട്ട് എടുത്തിയാടിയാൽ ഇസ്രായേലിനെതിരെ കൂടുതൽ അഭ്യാസത്തിന് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഇതുപോലെ വീട്ടിലുള്ള ചില ഉപകരണങ്ങൾ കിട്ടാൻ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തിന്നുന്ന തുപ്പൽ ബിരിയാണി ഓവർ ഇപ്പൊ സത്യം പറഞ്ഞാല് ഹിസ്ബുള്ള ഭീകരന്മാർക്കുണ്ടല്ലോ ഒന്ന് കക്കൂസി പോലും പോയിരിക്കാൻ പേടിയാണെന്നാണ് പറയുന്നത്. ആണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഒക്കെ പേടിയായെങ്കിലും കേരളത്തിലെ ചാപ്രകളും മാപ്രകളും ചാനലിൽ നിന്ന് തുള്ളിക്കളിക്കുകയാണ്. അവർ പിന്തുണ പിൻവലിച്ചിട്ടില്ല. അവര് ഇസ്രായേൽ ഞങ്ങളെ ചെയ്താൽ പോലും, ഞങ്ങൾ മരിക്കേണ്ടി വന്നാൽ പോലും ഹമാസിന്റെ ഹിസ്ബുള്ളയുടെ അടുത്തുനിന്ന് മാറുകയല്ല എന്നാണ് കേരളത്തിലെ മീഡിയ പ്രവർത്തകരും ഇന്ത്യ അലയൻസുകാരും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മിക്കവാറും അടുത്ത ഇതിൽ ഇവരും വാങ്ങിച്ചു കെട്ടാനുള്ള ഒരു ചാൻസ് മുന്നിൽ കാണുന്നുണ്ട്. ഒരു കാര്യം എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ കൃത്യമായിട്ട് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ജിഹാദി ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയക്കാരെയും മാധ്യമ പ്രവർത്തകരെയും മാധ്യമ ഉടമകളെയും കൃത്യമായി നടപടി എടുത്തില്ലെങ്കിൽ ഈ വിദേശ രാജ്യങ്ങളൊന്നും നമ്മുടെ അത്രയും ടോളറൻസ് ഒന്നുമില്ല. അവരുടെ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ലോകത്ത് എവിടെ പോയി ഒളിച്ചിരുന്നാലും അവർ പുറകെ വന്ന് എന്തെങ്കിലും ചെയ്യും. അപ്പൊ അതുകൊണ്ട് എല്ലാരും വിചാരിച്ചിരിക്കുന്നത്, കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് പറയുന്നു, ഇന്ത്യ ഇപ്പൊ നരേന്ദ്രമോദിയെയോ ഭാരതമാതാവിനെയോ ഒക്കെ ചീത്ത വിളിച്ചാലും വലിയ നടപടിയൊന്നും ഉണ്ടാകത്തില്ല. ശരി, അവനതിലെ പോട്ടെന്ന് വെച്ചേക്ക് വിട്ടു കളഞ്ഞേക്കും. BJP-ക്കാർ അക്രമത്തിന് പോകാത്തതുകൊണ്ട് ഇവർക്ക് സുരക്ഷിതത്വമുണ്ട്. പക്ഷേ BJPയും കേന്ദ്ര ഗവൺമെന്റും കാണിക്കുന്ന സൗമനസ്യവും നന്മയൊന്നും ഇസ്രായേലുകാർ കാണിച്ചെന്ന് വരത്തില്ല. അത് കൃത്യമായിട്ട് ഇസ്രായേലുകാർ അത്രയും ദയൊന്നും അവരുടെ ആൾക്കാർക്ക് ജീവനാശം സംഭവിക്കുന്ന പരിപാടിയെ സപ്പോർട്ട് ചെയ്താൽ അവർ തിരിച്ചടി കൊടുക്കും. അത് ബുദ്ധി ഉണ്ടെങ്കിൽ കേരളത്തിലെ മാധ്യമ ഉടമകൾ, ഷെയർ ഹോൾഡേഴ്സും അവരുടെ ഉടമകളും കുടുംബാംഗങ്ങളും ഒക്കെ ഈ അവരവരുടെ ചാനലുകളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് ഉപദേശം കൊടുക്കുക. ഇസ്രായേലിനെ ചൊറിയാൻ പോകണ്ട, ജിഹാദികളെ സപ്പോർട്ട് ചെയ്യാൻ പോകണ്ട. കേരളത്തിലെ വല്ല വാർത്തയൊക്കെ റിപ്പോർട്ട് ചെയ്ത് അല്ല, ഇസ്രായേലിന് എന്തെങ്കിലും പറ്റുമെന്ന് ആഗ്രഹിച്ചു കഴിയുന്ന ഒരു കൂട്ടം അടുപ്പുകൂട്ട ചർച്ചക്കാരി കേരളത്തിലെ ഒരു സ്പെഷ്യൽ മാധ്യമത്തിനകത്ത് ഇരിപ്പുണ്ടല്ലോ. അവരുടെ കാര്യമാണ് ഏറ്റവും വലിയ രസം. അതിനകത്ത് ഇരിക്കുന്ന കോർഡിനേറ്റിംഗ് എഡിറ്റർ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാണ്. കൂടിയാലോചനാ സംഘം മുഴക്കുന്ന അമീറൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് അയാൾ ഇവിടെ ഹിസ്ബുള്ളയുടെ പേജർ ബോംബ് ആക്രമണം നടന്നപ്പോ സത്യം പറഞ്ഞ അമരത്തിലെ മമ്മൂട്ടിയെ പോലെ ക്ലൈമാക്സിന് മണ്ണ് വാരിയിട്ട് മമ്മൂട്ടി കരയില്ലേ, അതുപോലത്തെ ഒരു കരച്ചിലായിരുന്നു കാണാനായിട്ട് സാധിച്ചത്. സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോ എനിക്ക് പോലും തോന്നി ഹിസ്ബുള്ള എത്ര പാവമാണ്. ശ്രീജിത്ത് പണിക്കരൊക്കെ അവനെ ട്രോളി കുളമാക്കിയിട്ടുണ്ട്. ഈ അടുപ്പുകല്ല് മൂന്നും കൂടെ എപ്പോഴാ പൊട്ടിത്തെറിക്കുന്നത് എന്നുള്ളതാണ്. അടുപ്പുകല്ല് പൊട്ടിത്തെറിക്കുന്നത് നാട്ടുകാർ ലൈവായിട്ട് കാണേണ്ടി വരും. അപ്പൊ ഇവര് ചൊറിഞ്ഞ് പക്ഷേ ഇതെന്താന്ന് ചോദിച്ചാല്, ഇതെല്ലാം മതം തിന്ന് തലയ്ക്ക് പിടിച്ച് റാഡിക്കലൈസ്ഡ് ആയി ഞങ്ങൾ മാത്രമേ കാണാവുള്ളൂ, ബാക്കി എല്ലാവരെയും എലിമിനേറ്റ് ചെയ്യണം, ബാക്കി എല്ലാവരെയും ഇല്ലാണ്ടാക്കണം എന്നുള്ള വികലമായ പൈശാചികതയാണ്. വേറെ ആരെയും ജീവിക്കാൻ അനുവദിക്കരുത്, ബാക്കി എല്ലാവരെയും അടിമകളാക്കുക, അവനെ കൊല്ലുക, കൊള്ളയടിക്കുക, പെണ്ണുങ്ങളെ തടവുകാരായിട്ട് പിടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഐഡിയോളജി ആയിട്ട് ഇവന്മാരെല്ലാം വന്നിരിക്കുകയാണ്. അതെല്ലാം ഇപ്പം കേരളത്തിൽ ഇപ്പം ഈ ഇന്ത്യയിലെ നിയമങ്ങൾ ലൂസായത് കാരണം ഇവരൊക്കെ മീഡിയ എന്നുള്ള വ്യാജേന വന്നിരിക്കുന്നു. ഏറ്റവും റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മീഡിയക്കാരായിട്ട് അഭിനയിക്കുന്നു, എന്തെങ്കിലും ഒരു വേഷം കെട്ടലായിട്ട്. ഒരിക്കൽ നിരോധിക്കാനായിട്ട് കേന്ദ്രം ശ്രമിച്ചാണല്ലോ. അത് ഇവരെ KJP അന്നേ നിരോധിച്ചതായിരുന്നു. ഇവിടെയുള്ളവരാ വന്ന് ഊരി വിട്ടത്, അത്ര തന്നെ. അല്ലെങ്കിൽ അത് അന്ന് തന്നെ ആ നിരോധനം ഉണ്ടായിരുന്നു.
അത് ചെയ്യേണ്ടതായിരുന്നു, അന്ന് തന്നെ നിരോധനം ചെയ്യേണ്ടതായിരുന്നു. വേറൊരു രാജ്യം അനുവദിക്കത്തില്ല ഈ രീതിയിലുള്ള പരിപാടികളൊക്കെ. അതായത് ഇവിടെ ഇരുന്നുകൊണ്ട് പാകിസ്ഥാനെയും ചൈനയും ടർക്കിയെയും ഹമാസിനെയും ഒക്കെ. ഇന്ത്യ ഗവൺമെന്റിന് ഒരു പോളിസി ഉണ്ട്. ആ പോളിസി എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ കൂടെയാണ്. നമ്മൾ അവർക്ക് ആയുധം കൊടുക്കുന്നുണ്ട്, ഇസ്രായേലിന് നമ്മൾ അതെ ആയുധം കൊടുക്കുന്നുണ്ട്, മാൻപവറും കൊടുക്കുന്നുണ്ട്. സുപ്രീം അതെ കോടതിയിൽ ഇവർ കേസിന് പോയി. ഈ പപ്പും പ്രശാന്ത് ഭൂഷണും എല്ലാം കൂടെ കേസിന് പോയി, ഇസ്രായേലിനെ സഹായിക്കില്ലെന്ന് പറഞ്ഞു. സുപ്രീം കോടതി അതിൽ ഇടപെട്ടില്ല. ഗവൺമെന്റിന്റെ പോളിസിയാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഉം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ്രായേലിനെ സഹായിക്കുന്നത് കൊണ്ട് ഒരു ഇന്ത്യക്കാരൻ ഇസ്രായേലിനെ സഹായിച്ചാലും അത് ശരിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയെ അതെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എനിക്കോ നിങ്ങൾക്കോ ആർക്കും വേണമെങ്കിലും ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ ഉം. ഇസ്രായേലിനെ ഒരു ക്രിസ്ത്യക്ക് സഹായിച്ചെങ്കിൽ, ഈ പേജറിന്റെ അകത്ത് ഈ സുനാപ്പിയൊക്കെ വെക്കാൻ വേണ്ടി സഹായിച്ചെങ്കിൽ അവനെ അഭിനന്ദിക്കുക. അടുത്ത പ്രാവശ്യത്തെ ഉം. ഭാരതരത്നമോ പത്മശ്രീയോ എന്തേലും അവനെവിടെ സ്വിറ്റ്സർലൻഡിലോ ബൾഗേറിയയിലോ കണ്ടാണ് അടുത്ത ഉം. പ്രാവശ്യത്തെ ഇതിന് പത്മശ്രീക്ക് വേണ്ടി അവനെ ഇപ്പൊ തന്നെ നോമിനേഷൻ കൊടുക്കുകയാണ്. കാരണം അണ്ണാൻ കുഞ്ഞിനും തന്നാലായത്. ഒരു ചെറിയ സഹായമെങ്കിൽ ചെറിയ സഹായം ആ ചെയ്ത മാനന്തവാടിക്കാരനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. റിൻസൺ ജോസ്. അപ്പൊ മാനന്തവാടിക്കാരനെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ആ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഉം. കാരണം എന്താന്ന് വെച്ച് ഉം. കഴിഞ്ഞാല് ഉം. ഒരു കാര്യം ഇവിടെയുള്ള ജിഹാദികളൊക്കെ മനസ്സിലാക്കുക, ജോസഫ് സാറിന്റെ കൈ വെട്ടിയ കാലമല്ല ഇത്. അത് മാത്രം ഇവർ മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇസ്രായേലിനെക്കാട്ടിലും 1000 ഇരട്ടി പവർഫുൾ ആണ്. അതുകൊണ്ട് ഹസീന ചേച്ചിയെ ഓടിച്ച പോലെ മോഡിജിയെ അങ്ങ് ഓടിച്ചു കളയാം, BJP-യെ ഓടിച്ചു കളയാം, ഞങ്ങൾ ഒരു ലോക്കൽ ലഹളയൊക്കെ ഉണ്ടാക്കാം, കലാപത്തിലൂടെ ഉണ്ടാക്കാമെന്നുള്ള മോഹമൊക്കെ മടക്കി മനസ്സിൽ വെച്ചേക്കുക. പേജറൊന്നും ആയിരിക്കത്തില്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ അതിലും വലിയ ടെക്നോളജി ഉണ്ട്. അതിപ്പോ ഇവിടെ വിളിച്ചു പറയുന്നില്ല, അത് വരുമ്പം കാണാം. ഏക്കാലും ഇവര് ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയട്ടെ. അതുകൊണ്ട് ഇസ്രായേലിനെക്കാട്ടും 1000 ഇരട്ടി കരുത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും ഇന്ത്യൻ ആർമിക്കും ഉണ്ട്, ഇന്ത്യൻ ഫോഴ്സസിനും ഉണ്ടെന്ന് ഇവിടെയുള്ള വിഘടനവാദികളും തീവ്രവാദികളും ഇന്ത്യ അലയൻസ് പപ്പു പാർട്ടികളൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ കേരളത്തിലെ ഈ TV ചാനലുകളിൽ കിടന്ന് തുള്ളുന്നവന്മാരും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. അതെ, അപ്പൊ അത് തന്നെയാണ് പറയാനുള്ളത്. ഇസ്രായേൽ എന്തായിരുന്നാലും ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ആക്രമണം ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹിസ്ബുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ കനലൊരു തടിയായി പരിണമിക്കാനുള്ള സകല സാധ്യതയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്ത് തന്നെയായിരുന്നാലും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്.